ഓ ഭ്രാന്ത് പിടിക്കുന്നു. എന്താടാ എന്നിട്ട് എടാ ഒരാൾ അക്കൗണ്ടിലേക്ക് 10,000 രൂപ അവിടെ എൻ്റെ തന്നു. ഞാൻ ചോദിച്ചു അവരുടെ നമ്പറിലേക്ക് ഞാൻ ടൈപ്പ് ചെയ്ത് അയച്ചു. നമ്പർ മാറിപ്പോയടാ, പൈസ വെറുതെ അക്കൗണ്ട് പോവുകയും ചെയ്തു. നീ 10,000 ഞാൻ കൊടുക്കണ്ടേ? ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഇതിലൊക്കെ നമ്മൾ സാധാരണ ഫ്രണ്ട്സിനൊക്കെ പൈസ അയക്കുന്ന സമയത്ത് സേവ് ചെയ്ത കോൺടാക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് ചില സമയത്ത് അയക്കുമ്പോൾ നമ്പർ മാറിപ്പോയോ എന്നൊരു സംശയം വരാറുണ്ടല്ലേ? പലപ്പോഴും നമ്പർ മാറുന്ന ആളുകളുണ്ട്. സോ അങ്ങനെ ഈ നമ്പർ മാറിപ്പോയി കഴിഞ്ഞാൽ അയ്യോ എൻ്റെ പൈസ പോയി 10,000 രൂപ എന്ന് പറഞ്ഞിരിക്കാതെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ഈ നമ്പേഴ്സ് ഉണ്ടല്ലോ, ഇതിനകത്തേക്ക് നമ്മുടെ ട്രാൻസാക്ഷൻ്റെ ഫുൾ ഡീറ്റെയിൽസും അതുപോലെ ഒരു സ്ക്രീൻഷോട്ടും എടുത്ത് അയച്ചു കഴിഞ്ഞാൽ വിത്തിൻ ഡേയ്സ് നമ്മളുടെ കയ്യിൽ നിന്നും പോയി എന്ന് നമ്മൾ വിചാരിച്ച് ഈ ഫണ്ട് തിരിച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്പർ മാറിപ്പോയി എൻ്റെ പൈസ പോയി എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതെ, വീഡിയോ സേവ് ചെയ്ത് വെച്ചോ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. അത് നമ്പർ മാറി പൈസ അയച്ചവർ മാത്രം ചെയ്താൽ പോരെ? അല്ല, ഇപ്പോൾ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. എപ്പോഴെങ്കിലും കുഴപ്പം പറ്റുകയാണെങ്കിൽ ഇതുപോലെ നമ്പർ മാറി പോവുകയാണെങ്കിൽ അന്നേരം വീഡിയോ തപ്പിപ്പോണ്ട ആവശ്യമില്ല.